ഉള്ളത് തൃശ്ശൂർ ഒല്ലൂർ പള്ളിക്കടുത്തുള്ള ബിജു ആൻഡ് ഫെബിയുടെ ഏതെന്ന് പറഞ്ഞ വീട്ടിലാണ്. ക്ലയൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ ആർക്കിടെക്റ്റിന് മനസ്സിലായത് അവരുടെ ഇൻട്രസ്റ്റ് ഒരു പ്രീമിയം സിമ്പിൾ ഫിനിഷിംഗ് വരുന്ന ഒരു ഡിസൈൻ എന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ക്രീം ഗോൾഡൻ കളർ പാലറ്റ് ആണ്. ഫാമിലി ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു കൗച്ച് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതൊരു 2-sided കൗച്ചാണ്. എസ്പെഷ്യലി ഈ ബാക്ക് കുഷ്യൻസ് ഇത് ആക്ച്വലി ഇങ്ങനെ ടിൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാണുന്ന പോലെ തന്നെ ഭയങ്കര സിമ്പിൾ ആൻഡ് ക്യൂട്ടും ആണ്, അതേപോലെ തന്നെ വളരെയധികം കംഫർട്ടബിളും കൂടെയാണ്. വീട് വെക്കണം എന്നുള്ള ആഗ്രഹം ആദ്യം തോന്നിയപ്പോൾ ഞങ്ങളുടെ മെയിൻ കൺസേൺ ഞങ്ങളുടെ ഐഡിയാസ് എങ്ങനെ ആർക്കിടെക്റ്റിൻ്റെ മനസ്സിലെത്തിക്കുന്നതായിരുന്നു. നമ്മുടെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊളോണിയൽ ടൈപ്പ് എക്സ്റ്റീരിയർ വേണമെന്നും അത്രയൊന്നും പുതുമയില്ലാത്ത ഒരു ഇൻറ്റീരിയർ വേണമെന്നും മാത്രമായിരുന്നു. അപ്പോൾ ഇത് ആളുടെ മനസ്സിലെത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് വിസിറ്റുകൾ വേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ 1-2 സിറ്റിങ്ങിൽ നമ്മൾ എത്ര തവണ പോയിരുന്നു? 2-3 സിറ്റിങ്സിൽ തന്നെ സനൽ സാർ എല്ലാം ഒപ്പിയെടുത്തു. ഞങ്ങളുടെ ഐഡിയകളെല്ലാം ആൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തു. അതുപോലെ വിതിൻ 18 months അത് നമുക്ക് റിയലൈസ് ചെയ്ത് തരുകയും ചെയ്തു. വേറൊരു സർപ്രൈസ് എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സനൽ സാറിന് മാത്രമാണ് പേ ചെയ്തെങ്കിലും ഒരു ബഡ്ഡിങ് ആർക്കിടെക്റ്റായ ചാക്കോൻ്റെ പുതിയ ന്യൂ ജനറേഷൻ തോട്ട്സും കൂടി അതിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ വി പെയ്ഡ് ഫോർ ഓൺലി 1 ആർക്കിടെക്ട്, പക്ഷേ ടീം ഓഫ് 3 വാസ് അറ്റ് അവർ സർവീസ്. അതാണ് നമ്മൾക്ക് ഇതിലുണ്ടായ ഒരു 3-in-1 പോലത്തെ ഒരു ഗുണം. വി ആർ ക്വൈറ്റ് പ്ലീസ്ഡ് വിത്ത് ദ ടീംസ് എഫേർട്സ്. അവരതുപോലെ എഫേർട്ടും ഇട്ടിട്ടുണ്ട്. കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് എഫേർട്ട് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഇങ്ങനെ ഷേപ്പായി വന്നിട്ടുള്ളത്. കോർഡിനേഷൻ ഒരു വാട്ടർ ബോഡി ഫെബീര ഒരു ഡ്രീമായിരുന്നു. അതും റിയലൈസ് ചെയ്ത് തന്നിട്ടുണ്ട് അവർ. ഫർണിഷിങ്ങിനെ പറ്റി നമ്മൾ ആലോചിച്ചപ്പോൾ ഒരുപാട് ഷോറൂംസിൽ പോയി പിക്കപ്പ് ചെയ്യാം എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിലും കസ്റ്റമൈസ് ചെയ്തൊരു ഔട്ട്പുട്ട് വേണമെന്നായിരുന്നു ഫെബിയുടെയും. അതുപോലെ തന്നെ അതാണ് അതിൻ്റെ ഒരു ഫിനിഷിംഗ് എന്ന് നമുക്ക് തോന്നിയിരുന്നു. ഹോം ഫാബ് എന്ന് പറഞ്ഞൊരു ഡിവിഷൻ സപ്പോർട്ട് ചെയ്യാമെന്ന് എഗ്രി ചെയ്തു. അപ്പോൾ അവർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയമെൻഷൻസ് അറിയാം, ഇവിടെ എന്തൊക്കെ സൂട്ടാവും എന്നുള്ള ഒരു ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഫർണിച്ചേഴ്സ് എല്ലാം നമ്മൾ ഹോം ഫാബ് വഴിക്കാണ് കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനവർ നമുക്ക് ഓപ്ഷൻസും തന്നിരുന്നു. ഇപ്പോൾ ഈ ക്ലോത്തിങ് എല്ലാം നമ്മുടെ ചോയ്സ് അനുസരിച്ച് അവർ ഇതിൽ ആഡ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ
that is very helpful to the interior finery of the building.